പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച്. കുറുപ്പിനെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ നേഴ്സ് രത്നമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് തിരോധാന കേസ് അന്വേഷിക്കുന്നത്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് എവിടെ? കഴിഞ്ഞ 42 വർഷമായി കേരള പോലീസിന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ തുമ്പ് കണ്ടെത്താനാകുമോ എന്ന അന്വേഷണത്തിലാണ് കേരള പോലീസ്. നേരത്തെ അന്വേഷിച്ചിട്ടും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത കേസുകൾ പരിശോധിക്കാൻ സ്പെഷ്യൽ ഡ്രൈവ് ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് IG അജിത ബീഗം ഫയലുകൾ പരിശോധിച്ചത്. തുടർന്ന് കേസിൽ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കും കടന്നു. വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ വെച്ച് പരിക്കേറ്റ സുകുമാരക്കുറുപ്പ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്നുവെന്ന് നേഴ്സ് രത്നമ്മ മൊഴി നൽകിയിരുന്നു. നിലവിൽ കേരളത്തിലുള്ള രത്നമ്മയുടെ മൊഴി ക്രൈംബ്രാഞ്ച് വീണ്ടും രേഖപ്പെടുത്തി. കൂടുതൽ പേരിൽ നിന്ന് വൈകാതെ മൊഴി രേഖപ്പെടുത്തും. സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ എന്തെങ്കിലും വിവരം കണ്ടെത്താനാകുമോ എന്നാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. 1984 ജൂലൈ 22-നാണ് ചെങ്ങന്നൂർ ചെറിയനാട് വെച്ച് ചാക്കോ എന്ന വ്യക്തിയെ സുകുമാരക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തുന്നത്. 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിനായി തന്റെ രൂപസാദൃശ്യമുള്ള ചാക്കോയെ കാറിന് തീയിട്ട് കത്തിക്കുകയും ചെയ്തിരുന്നു. സുകുമാരക്കുറുപ്പിന് സഹായം ചെയ്തു കൊടുത്തവരെ പോലീസ് പിടികൂടി. എന്നാൽ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. മീഡിയ 1 തിരുവനന്തപുരം.